പക്ഷെ അത് മോഹിനിയാട്ടത്തിന്റെ വേറൊരു സംശയം എന്ന് പറയാൻ പറ്റത്തില്ല, അത് ടീച്ചറിന്റെ അഭിപ്രായവും അതിൽ അറിയാനുണ്ട്. മോഹിനിയാട്ടം തന്നെ പല ശൈലിയിൽ പല അധ്യാപകരും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനെപ്പറ്റി ടീച്ചറിന് എന്താണ് കൂടുതൽ പറയാനുള്ളത്? ശൈലി ശരിക്കും പറഞ്ഞാൽ 2 ശൈലിയേ കേരളത്തിലുള്ളൂ. ഒന്ന് കലാമണ്ഡലം ശൈലി, ഒന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ ടീച്ചർ ശൈലി. കല്യാണിക്കുട്ടിയമ്മ ശൈലി ടീച്ചറിൻ്റെ ശൈലി എന്ന് പറഞ്ഞാൽ ഭരതനാട്യത്തിന് കെട്ടുന്നത് പോലെയാണ് അവർ കെട്ടുന്നത്. പിന്നെ ഓർണമെൻറ്റ്സ് എല്ലാം ഗോൾഡൻ നിറമാണ്. കല്ലിൻ്റെയും ടെമ്പിൾ സെറ്റൊന്നും അവർ ടീച്ചർ ആദ്യം മുതലില്ല. ഇനി അവിടെ നിന്ന് പഠിച്ചിറങ്ങുന്നവരൊക്കെ ഓർണമെൻറ്റ്സ് ഒക്കെ ചേഞ്ച് ചെയ്തൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട്. ടീച്ചർ ഗോൾഡൻ നിറത്തിലുള്ള കല്യാണിക്കുട്ടിയമ്മ ടീച്ചറിനെ കേട്ടിട്ടുണ്ടോ? കലാമണ്ഡലം കൃഷ്ണനാരാശാൻ്റെ അസാധ്യ ഒരു കലാകാരനായിരുന്നു. ആശാൻ്റെ മുഖം തന്നെ ഇത്രയുണ്ട്, വലിയ മുഖം. ആ മുഖത്ത് വരുന്ന ഭാവം, അതിന് ഏറ്റവും വലിയ ഉദാഹരണം, അല്ലെങ്കിൽ നിങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യം, പത്മ സുബ്രഹ്മണ്യം നമ്മളെ വേൾഡ് ഒരു ജീനിയസാണ്. അവർ ഭയങ്കര ആർട്ടിസ്റ്റാണ്. അവർ വരെ കൃഷ്ണനാരാശൻ്റെ അടുത്ത് അഭിനയം പഠിക്കാൻ ചെന്നിട്ടുണ്ട്. അത്ര മുഖമാണ് ആശ അങ്ങനെയൊന്ന് നോക്കിയാൽ മതി. എല്ലാം അത്ര ഈ പുരികവും മുഖം വെച്ചൊക്കെ പേശികളൊക്കെ വെച്ചിങ്ങനെ, ഇതൊക്കെ സാധകത്തിലാണ്. അതൊക്കെ അന്നത്തെ കാലത്ത് വെള്ളത്തോളുള്ള കാലത്ത് ആശാൻ പഠിച്ചിട്ടുള്ളതാണ്. വെള്ളത്തോള് മരിച്ചു പോയിട്ട് മുമ്പേ ഉള്ളതാണ്. ആശാൻ മരിച്ചിട്ട് കുറേ വർഷമായി. അപ്പോൾ കല്യാണിക്കുട്ടിയമ്മ ടീച്ചറിൻ്റെ അവിടെ ഒരു ശൈലി പ്രത്യേകമുണ്ട്. അത് അവർ പഠിപ്പിക്കുന്നു, അവർ കളിക്കുന്നു, അത് ഇഷ്ടമുള്ളവർ അവിടെ പോകുന്നു, പഠിക്കുന്നു. കലാമണ്ഡലത്തിൽ വേറൊരു ശൈലി, ഞങ്ങളെയൊക്കെ പഠിപ്പിച്ച ഒരു ശൈലി. പക്ഷേ ഈ 2 ശൈലി എങ്ങനെ കൊണ്ട് ഓടിക്കൊണ്ടിരുന്നത് ഇത്രയും കാലം. പക്ഷേ ഇപ്പോൾ പലരും അവരവരെ സ്വന്തം ശൈലി എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരും ഇറക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ശൈലി കലാമണ്ഡലം ശൈലിയൊക്കെ തന്നെ ആണെങ്കിലും കുറേയും കൂടെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒലച്ചിലിന് ഞാൻ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ്. അതേപോലെ കയ്യും ഒലയണം, മനസ്സിലായില്ലേ? ഇങ്ങനെ കാണിക്കാനായിട്ട് കുട്ടികളെ പഠിപ്പിക്കണം ആദ്യമേ തന്നെ. വേണ്ട ഈ ഒരു സാധനം ഒഴുക്ക് വരുന്നതും അതേപോലെ. അപ്പോൾ ഇങ്ങനെയൊക്കെ എടുക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ കൈ ഒലയണം. ഇതിങ്ങനെ സ്റ്റിഫായിട്ട് കാണിച്ചെടുത്ത ഭംഗിയുണ്ടോ? അപ്പോൾ അത് പഠിപ്പിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ശൈലി എന്ന് പറഞ്ഞാൽ, പിന്നെ കേരളത്തിലെ തനത് കലയായ ആർട്ട് ഫോം ആയതുകൊണ്ട് എനിക്ക് എൻ്റേതായ ഒരു ശൈലി റെഡിയാക്കണോണ്ട് വിരോധമൊന്നുമില്ലല്ലോ, അല്ലേ? ചെയ്യാം. നമ്മൾ വേറെ ഒരു സ്റ്റേറ്റിൻ്റെ സാധനം എല്ലാം എടുത്താണ്. അപ്പോൾ അവർ കലാമണ്ഡലത്തിൽ എന്ന് പറഞ്ഞത് എനിക്ക് ശരിയല്ല, പോരാന്ന് തോന്നിയോണ്ട് ഞാൻ എൻ്റെ ഒരു പ്രത്യേക ശൈലിയിൽ ഇട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അത് 100% അങ്ങനെയാണ്. അപ്പോൾ നിങ്ങളെപ്പോലുള്ളവർ അറിഞ്ഞിരിക്കേണ്ട 2 ശൈലിയേ ഉള്ളൂ ആകെ. കല്യാണിക്കുട്ടിയമ്മ ശൈലി, കലാമണ്ഡല ശൈലി, അത്രയേ ഉള്ളൂ സാധാരണ. പിന്നെ കുറച്ച് പൊടി മിനുക്കുകളൊക്കെ കാണിച്ച ഒരു സാധനമാണ് എൻ്റെ. അതേപോലെ ഓരോ നർത്തകിമാരും കാണിക്കുന്നുണ്ട്. പിന്നെ അതിനേക്കാളുപരി മോഹിനിയാട്ടം പഠിക്കുന്ന ഏതൊരു കുട്ടികളും, ഇപ്പോൾ എൻ്റെ കാര്യം, എനിക്കിപ്പോൾ എൻ്റെ 3/4 സമയം കഴിഞ്ഞ ഒരാളാണ്, നമുക്കിനി ഒരു കാൽഭാഗമേ ഉള്ളൂ. പക്ഷേ ഒരു കാര്യത്തെ എൻ്റെ അഭിപ്രായത്തിൽ മോഹിനിയാട്ടം പെർഫോം ചെയ്ത് നടക്കുന്ന പെൺകുട്ടികൾ കഥകളിക്കാരടുത്ത് ചെന്നിട്ട് അഭിനയം പഠിക്കണമെന്നല്ല, 100% നല്ല. എന്നുവെച്ചാൽ അവരുടെ പുരികളക്കലും ആ കണ്ണിൻ്റെ സ്ഥായി ഭാവവും എല്ലാ ഭാവങ്ങൾക്കും മോഹിനിയാട്ടക്കാരുടെ ഒരു പടി മേലെയാണ് അവർ. അപ്പോൾ മിക്ക ആർട്ടിസ്റ്റുകളും കേരളത്തിൽ മോഹിനിയാട്ടം നന്നായിട്ട് ചെയ്യുന്നവർ ഉണ്ടെങ്കിൽ അവരെല്ലാവരും കഥകളിക്കാരടുത്ത് ചെന്നിട്ടാണ്. അത് സംശയമൊന്നുമില്ല. മിക്കവരും എനിക്കറിയാം കഥകളിക്കാരടുത്ത് പോകുന്നത്. പക്ഷെ അത്രയൊന്നും കലാമണ്ഡലത്തിൽ ഡീപ്പായിട്ട് അഭിനയമൊന്നും പഠിപ്പിച്ചു തന്നിട്ടില്ല, മനസ്സിലായോ? അപ്പോൾ അത് കലാമണ്ഡലം അങ്ങനെയുള്ള കാര്യത്തിൽ എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞേട്ടാ. ഇന്നത്തെ കാലത്തെ കലാമണ്ഡലം എങ്ങനെയാണ് പോകണമെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് എനിക്കത് അറിയേണ്ട ആവശ്യമില്ല. എൻ്റെ കാലത്ത് എന്നുവെച്ചാൽ അതുപോലത്തെ ഒരു ജതിസ്വരം, 2 ജതിസ്വരം പഠിച്ചിട്ടുണ്ട്, 2 ചൊൽക്കെട്ട് പഠിച്ചിട്ടുണ്ട്, 2 വർണ്ണം പഠിച്ചിട്ടുണ്ട്, 2-3 പദങ്ങൾ പഠിച്ചു. ആകെ പഠിച്ചിട്ടുള്ളൂ. അതാ ഞാൻ പറഞ്ഞു, ഒരു ചട്ടക്കൂട് കിട്ടി. അതിനകത്ത് ഞാൻ പിന്നെ കുറേ സാധനങ്ങൾ പുതിയത് കമ്പോസ് ചെയ്ത് ഇറക്കിയിട്ടുണ്ട്. അത് ഞാൻ പല ഇൻ്റർവ്യൂസിലും പറഞ്ഞതാണ് എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളതെന്ന്. അത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ആൾക്കാരൊക്കെ ഈ ടീച്ചറിന് ഇത് തന്നെ പണി, പറഞ്ഞത് തന്നെ പറയില്ല, മനസ്സിലായില്ലേ? അപ്പം ശൈലി പലതരങ്ങളൊക്കെ ഉണ്ട്. ഇഷ്ടമുള്ളത് ഓരോരോ. ഇപ്പം നവ്യയ്ക്ക് ഒരു സ്ഥലത്ത് പഠിക്കണമെന്നുണ്ടെങ്കിലേ ആ പ്രോഗ്രാം, ഇപ്പം എൻ്റെ അടുത്ത് നവ്യയ്ക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു പ്രോഗ്രാം കാണാൻ വരിക. മോനായിട്ടാണ് എനിക്ക് പഠിക്കേണ്ടത്. ഞാൻ പോയി നോക്കട്ടെ ടീച്ചറിൻ്റെ ശൈലി എങ്ങനെയുണ്ടെന്ന്, എന്നിട്ട് വരിക.